നമ്മുടെ തിരുവനന്തപുരത്തെ ഡബിൾ ഡെക്കർ ബസ് യാത്രയ്ക്ക് പുറമെ കേരള ടൂറിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായ നമ്മുടെ മൂന്നാറിൽ കാഴ്ചകൾ ഇനി വേറെ ലെവൽ. ഒരു രാജകീയ ബസ് യാത്ര. നിരക്കുകളും മറ്റു വിശേഷങ്ങളും കാണുവാനും അറിയുവാനുമായി നമ്മുടെ വീഡിയോ മുഴുവനായി കാണുക. അപ്പോഴേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിനകത്താണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ മനോഹര ദൃശ്യം ഇതെന്താണെന്നറിയാം? നമ്മുടെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ഹൈ ആറ്റിറ്റ്യൂഡിലുള്ള പരിശീലന കേന്ദ്രം കൂടിയായിട്ടുള്ള കൗശിക് പ്ലേ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഇവനെ കാണാനായിട്ടാണ് ഞാൻ ഇന്ന് മൂന്നാർ വന്നിരിക്കുന്നത്. നമ്മുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്. ഇത് കൂടാതെ തന്നെ ഇവിടെ ലോ ബഡ്ജറ്റിൽ നമുക്ക് താമസിക്കാൻ ആവശ്യമായ സ്ലീപ്പർ ബസ്സുകളൊക്കെ തന്നെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് കാണാം ഒരുക്കിയിരിക്കുന്നു. 225 രൂപ പ്ലസ് GST ആണ് ചാർജ് എന്ന് തോന്നുന്നു. നമുക്ക് ഇവൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടുവരാം. അടിപൊളി ഒരു ലുക്കിലല്ലേ, നല്ല റോയൽ ലുക്കിലാണ് ചെക്കൻ്റെ കിടപ്പ് അല്ലേ. അശോക് ലൈലാൻഡിൻ്റെ 2012 മോഡൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിക്ക്. ഇതുകൊണ്ടോ അടിപൊളി ഒരു റോയൽ ലുക്ക് തന്നെയാണ് അല്ലേ, റോയൽ കളർ, നല്ല രസമുണ്ടല്ലേ. ഇരുനിലകളിലായിട്ട് മുകളിലും താഴെയുമായിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഈ ബസ് നമുക്കായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. KL 15 90 50. നോക്കിക്കേ, ഫുള്ള് ഗ്ലാസ് ആണല്ലേ, നല്ല അടിപൊളി രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. പഴയൊരു തമിഴ് ചിത്രത്തിൽ ഇങ്ങനൊരു ബസ്സുണ്ട്, പ്രഭുദേവയുടെ ഒരു സിനിമയല്ലേ. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. അകത്ത് കയറുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്ന കോഫി മെഷീനാണ് കേട്ടോ. അത് കൂടാതെ അകത്ത് എല്ലാം നമുക്ക് ഇരിക്കുന്നതിന് ആവശ്യമായ സീറ്റുകളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. അത് സീറ്റുകളൊക്കെ തന്നെ റെഡ് കളറിലാണ് കാണുന്നത്. അതിനു പുറമെ ഡ്രൈവർ ക്യാബിന് വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ സീറ്റിങ്ങും ടേബിളും ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ കാണുന്നതാണ് ക്യാബിൻ, ഡ്രൈവർ ക്യാബിൻ. അവിടെയും സീറ്റിങ്ങും ഒക്കെ തന്നെ ചെയ്തേക്കുന്നു. ഏകദേശം 12 പേർക്ക് താഴെ ഇരുന്ന് യാത്ര ചെയ്യാം. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. കൂടാതെ തന്നെ ഇവിടെ സൈഡിലായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ലഗേജുകളൊക്കെ തന്നെ സൂക്ഷിക്കാനായിട്ട് ഒരു ക്യാബിനും സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി മുകളിലേക്ക് കയറാം. ചെറിയ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തുമ്പോഴോ അതിമനോഹരമായ ദൃശ്യമാണ് നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ, ഫുള്ള് ഗ്ലാസ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. മുന്നിൽ വലിയ ഗ്ലാസ് ആണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു 180 ഡിഗ്രി അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് ഇതിനകത്തുനിന്ന് ലഭിക്കുന്നത്. മൂന്നാറിൻ്റെ സൗന്ദര്യം ഒട്ടും ചോരാതെ തന്നെ നമുക്ക് ആവോളം ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വലിയൊരു സ്പീക്കർ തന്നെ ഇതിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് താഴേക്ക് ഇറങ്ങാം, പാട്ടൊക്കെ കേട്ട് കാഴ്ചകളൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് പോവാം. 8:40 ആയപ്പോഴത്തേക്കിന് നമ്മൾ വണ്ടിക്കകത്തേക്ക് ടിക്കറ്റൊക്കെ കാണിച്ച് കയറിയാണ്. ഞാൻ ഓൺലൈനാണ് ടിക്കറ്റ് എടുത്തത്. എല്ലാവരും നേരത്തെ തന്നെ സീറ്റ് പിടിച്ചു. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇതിനകത്ത് ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് നമ്മുടെ ബസ് എടുത്തിരിക്കുകയാണ്. ഒരു ദിവസം 3 സർവീസുകളാണ് KSRTC ഈ ഡിപ്പോയിൽ നിന്ന് നടത്തുന്നത്. രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12:30ക്കും വൈകുന്നേരം 4 മണിക്കുമാണ് ഈ സർവീസുകൾ. ഇതിലേക്ക് ആവശ്യമായ ടിക്കറ്റുകളെല്ലാം തന്നെ നമുക്ക് സമയക്രമം അനുസരിച്ച് അതാത് ടിക്കറ്റ് ഏതാണ് സീറ്റ് വേണ്ടതെന്ന് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് കൂടാതെ ഓഫ്ലൈനായിട്ട് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ടിക്കറ്റ് എടുക്കാവുന്നതുമാണ്. മുകളിൽ 38 പേർക്കും താഴെ 12 പേർക്കും അങ്ങനെ മൊത്തം 50 പേർക്ക് നമുക്ക് ഒരേ സമയത്ത് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കമ്പിയിലൊക്കെ തൂങ്ങിക്കിടന്ന് നിന്നുള്ള യാത്രയില്ലേ, അത് ഇതിനകത്ത് അനുവദിക്കുന്നതല്ല. സീറ്റിംഗ് കപ്പാസിറ്റിയിലുള്ള ആളുകളെ മാത്രമേ നമ്മൾ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോഴേ നമ്മൾ KSRTC മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ചെറിയൊരു തെല്ലും ഭയമില്ലാതെ ഭയത്തോടു കൂടി ഒരു യാത്ര. ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയിൽ 28 കിലോമീറ്റർ ചുറ്റിയാണ് നമ്മൾ തിരിച്ച് ഈ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത്. അപ്പം നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ആനവണ്ടി. ഇത്രയും വലിയ ബസ്സിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ആനവണ്ടിയൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് നമുക്ക് തോന്നുമല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്നിരുന്നാലും അവൻ്റെ പ്രൗഢി ഒട്ടും കുറയുന്നില്ല. നമ്മളിരിക്കുന്നതിന് മുമ്പിൽ വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ്. ഈ മുകളിലത്തെ നില ഫുള്ളായിട്ട് ഗ്ലാസ് ആണ് കേട്ടോ. നമുക്ക് 180 ഡിഗ്രി എങ്ങോട്ട് നോക്കിയാലും വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ രാവിലത്തെ ആദ്യത്തെ 9 മണിയുടെ ട്രിപ്പിലാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് ഓൾഡ് മൂന്നാറിൽ. പൂക്കളൊക്കെ തന്നെ പൂത്ത് നിൽക്കുന്ന കാഴ്ച, പർവ്വതങ്ങളൊക്കെ പച്ച വിരിച്ച് നിൽക്കുന്ന കാഴ്ച, ഇടതുവശത്ത് വലിയൊരു കളിസ്ഥലം. അത്രയേറെ ഭംഗിയുണ്ട് ഈ ദൃശ്യം കാണാനായിട്ട് അല്ലേ. വലിയ തിരക്കുകളൊന്നും ആയിട്ടില്ല ഓൾഡ് മൂന്നാറിലും. നല്ല തണുപ്പുണ്ട്, അത് വിട്ടുമാറിയിട്ടുമില്ല. നമ്മൾ പോകുന്ന രാജവീഥികളിലെല്ലാം ഇതുപോലെ നിന്ന് ഫോട്ടോ എടുക്കുന്നവരാണ് കൂടുതലും. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തും. നമ്മൾ മൂന്നാർ ടൗൺ ടച്ച് ചെയ്യാതെ ഈ വലത്തോട്ട് തിരിഞ്ഞ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയായ NH 85 ഇനി സഞ്ചരിക്കുന്നത്. പൂപ്പാറ, തേനി, കുമളി, നമ്മുടെ മധുരയ്ക്കുമൊക്കെ ഈ വഴി നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഈ പാലത്തിന് താഴെയുള്ള പുഴയെന്ന് പറഞ്ഞാൽ
മുതിരമ്പുഴയാറാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് മുതിരമ്പുഴയാറ്. മൂന്നാറിൻ്റെ മനോഹാരിത തുളുമ്പുന്ന ഗ്യാപ്പ് റോഡിലൂടെ നമ്മൾ ഒരുപാട് റീലുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഗ്യാപ്പ് റോഡിലൂടെയാണ് ഇനി നമ്മളുടെ സഞ്ചാരം. ഈ കാണുന്നത് മൂന്നാർ ടൗണിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അതിമനോഹരമായ മൂന്നാർ ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ട് ആസ്വദിച്ച് നമ്മളുടെ യാത്ര തുടരുകയാണ് NH 85 നമ്മുടെ ഈ യാത്രയ്ക്ക് ആവശ്യമായ ടിക്കറ്റുകളൊക്കെ തന്നെ എടുക്കുന്നതിന് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കാണുന്നത് നമ്മുടെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. വിനോദത്തിനും വിജ്ഞാനത്തിനും ഏറെ പ്രാധാന്യമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നമ്മുടെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ. എന്നിരുന്നാലും ഇവിടെ നമ്മുടെ ബസ് നിർത്തത്തില്ല കേട്ടോ. ബസ്സിൻ്റെ അപ്പർ ഡെക്കിലായതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഓരോ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് പോകാം. ഇവിടെയാണ് നമ്മുടെ മൂന്നാർ ഫ്ലവർ ഷോയൊക്കെ തന്നെ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നോക്കിക്കേ, തെല്ല സ്പീഡിൽ ഏകദേശം 45 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ ബസ് സഞ്ചരിക്കുന്നത്. പച്ച വിരിച്ചിരിക്കുന്ന പർവ്വതങ്ങൾ, അതിന് ഭംഗിയേകാനായിട്ട് പച്ചത്തണലിൽ പച്ച വിരിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ, അങ്ങനെ ഗ്രാമപ്രദേശങ്ങളൊക്കെ തന്നെ കണ്ട് കടന്നാണ് നമ്മൾ ഈ ഗ്യാപ്പ് റോഡിലൂടെ സഞ്ചരിക്കുന്നത്. അത് പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. നമ്മൾ കാറിലും ബൈക്കിലും ബസ്സിലും ഒക്കെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്ര അത് മറ്റൊരു അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ കാഴ്ചകളെ ഒന്നും മറയ്ക്കാത്ത രീതിയിൽ ഗ്ലാസ് ആയതിനാൽ നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അത് ഒരു അടിപൊളി ഫീൽ തന്നെയാണ്. പച്ച പുതച്ചിരിക്കുന്ന മൂന്നാറിൻ്റെ ഭംഗി, അങ്ങ് ദൂരെ പശ്ചിമഘട്ട മലനിരകൾ, താഴ്വരകൾ, ചെറിയ പട്ടണങ്ങൾ, മരങ്ങൾ, നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഒരു യാത്ര, അത് വേറെ ഒരു ലെവൽ ഫീൽ തന്നെയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം ഗ്യാപ്പ് റോഡ്, ചൊക്രമുടി ലോക്കാട് വ്യൂ പോയിന്റ്, മലയിൽ കള്ളൻ ഗുഹ, പെരികനാൽ വാട്ടർഫോൾസ്, ചിന്നക്കനാൽ ഹെയർ പിൻ, ആനയിറങ്ങൽ ഡാമിൻ്റെ റിസർവയർ എന്നീ കേന്ദ്രങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ബസ്സിൽ സന്ദർശിക്കാനായിട്ട് സാധിക്കും. ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമേറിയ യാത്രയിൽ നമ്മൾ മൊത്തം 28 കിലോമീറ്ററാണ് കവർ ചെയ്യുന്നത്. 7 പ്രധാന വ്യൂ പോയിന്റുകളും. ഇതിൻ്റെ ടിക്കറ്റ് ഞാൻ മുകളിലത്തെ അപ്പർ ഡെക്കിലാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ എനിക്ക് 400 രൂപ പ്ലസ് 15 രൂപയും കൂടെ ആയിട്ടുണ്ട്. താഴെയാണെങ്കിൽ 200 രൂപയാണ് ടിക്കറ്റിനാകുന്നത്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഓൺലൈനാണ്. എനിക്ക് 415 രൂപയാണ് ആയത്. 15 രൂപ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആകുന്നുണ്ട്. നമ്മൾ കഴിവതും ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് സെലക്ട് ചെയ്തിട്ട് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഉചിതം. നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിൻ്റായ സിഗ്നൽ വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് എല്ലാവരും തന്നെ ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് നമ്മൾ വന്ന ബസ്. എന്താ ഭംഗിയാണ് കാണാൻ, നോക്കിക്കുക. റോയൽ ലുക്ക് തന്നെ അല്ലേ. നമ്മളുടെ കൂടെ വന്നവരും ഇതുവഴി പോയവരും എല്ലാം തന്നെ ബസ് പോസ് ചെയ്തിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ തന്നെ ചിത്രീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് ഭംഗിയാണ് നമ്മുടെ ബസ് കാണാനായിട്ട്. തേയിലത്തോട്ടങ്ങൾ, വനങ്ങൾ, പർവ്വതനിരകൾ എന്നിവയുടെ എല്ലാം അതിവിശാലമായ കാഴ്ചാനുഭവം നമുക്ക് സമ്മാനിക്കുന്ന പശ്ചിമഘട്ടത്തിലെ അതിമനോഹരമായ സ്ഥലമാണ് മൂന്നാർ സിഗ്നൽ പോയിന്റ്. നമ്മളുടെ ബസ്സിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. മൊത്തം ഗ്ലാസ് പാനലാണ് കേട്ടോ. 180 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ഇവിടെയുണ്ടല്ലോ ധാരാളം വന്യജീവികളൊക്കെ തന്നെ വരും. അവിടുന്ന് കയറി നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഇഡലി ഹിൽസിലേക്കാണ് കേട്ടോ. ഇവിടെ ഇഡലി പോലെ ചെറിയ ചെറിയ മലനിരകൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ മലയോര അരുവികളുടെ സംഗമ സ്ഥാനം കൂടിയാണ് ഇവിടം. ZS പോലെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഗ്യാപ്പ് റോഡിലൂടെ ഇരുവശങ്ങളിലും കാടെന്ന് തോന്നിക്കുന്ന രീതിയിൽ വലിയ മരങ്ങൾ സാന്നിധ്യം ഉറപ്പിച്ച കാഴ്ച, ആ ഒരു ഭംഗി അത്രയ്ക്കും മനോഹരമാണ്. ഈ കാണുന്നതാണ് ദേവികുളം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. അത്രയ്ക്ക് മനോഹരമാണ് ദേവികുളം ഗ്രാമം. നോക്കിക്കേ, ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോൾ പ്ലാസ എത്തി. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസ കൂടിയാണ് നമ്മളിത് ഈ കാണുന്നത്. ഈ ടോൾ പ്ലാസ ഇത്ര ഉയരത്തിൽ നിന്ന് കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. അതിമനോഹരമായ ദൃശ്യാനുഭവമാണ് എനിക്കിവിടെ തന്നത്. വേറെ ഒരു ലെവൽ എക്സ്പീരിയൻസ് എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിന് പറയാനായിട്ടില്ല. അതിമനോഹരമായ കാഴ്ച അല്ലേ. മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര നമുക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. ഞാൻ കാറിൽ വന്നിട്ടുണ്ട്, ബൈക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ വലിയ ഹെയർ പിൻ ബെൻഡ് വളവുകളാണ്. അതിമനോഹരമായ കാഴ്ച ലഭിക്കണമെങ്കിൽ നമ്മൾ കാറിലോ ബസ്സിലോ അല്ലെങ്കിൽ
ചെറിയ ബസ് ഉണ്ടല്ലോ, നമ്മൾ സാധാ ബസ്, അതിലൊന്നും തന്നെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു അനുഭവം നമുക്ക് കിട്ടത്തില്ല. അതിന് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ തന്നെ വരണം. അങ്ങ് ദൂരെ പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ പാറമലകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ഇവിടെ തേയിലത്തോട്ടങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവർ വീടുകളും ഒക്കെ തന്നെ ഈ യാത്രയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്ര മനോഹരമായ ദൃശ്യാനുഭവമാണ് നമുക്ക് ഈ യാത്ര തരുന്നത്. വലിയ പർവ്വത നിരകൾക്ക് താഴെ പച്ച വിരിച്ച് തട്ടുതട്ടായി നിൽക്കുന്ന തേയിലത്തോട്ടത്തിൻ്റെ ഒത്ത നടുക്ക് ഒരു ബംഗ്ലാവ്. എത്ര മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കാറിലൊന്നും വന്നാൽ ഇത്ര ദൃശ്യമനോഹരമായ ദൃശ്യമൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. നോക്കിക്കേ, താഴെയായിട്ട് ഗ്രാമപ്രദേശം, അവിടെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളും അവരുടെ ഗ്രാമീണ അന്തരീക്ഷവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അടുത്ത വ്യൂ പോയിന്റിൽ വന്നിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ ബസ് ഇവിടെ നിർത്തത്തില്ല കേട്ടോ. മൂന്നാറിലെത്തുന്ന എല്ലാ സഞ്ചാരികളെയും ആകർഷിക്കുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഇത്. എന്നിരുന്നാലും നമ്മുടെ ബസ് ഇവിടെ നിർത്തത്തില്ല കേട്ടോ. എത്ര മനോഹരമായ ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കിക്കേ. അങ്ങ് ദൂരെ വലിയ പാറമലകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെ ഇടതൂർന്ന വനപ്രദേശം, അതിനും താഴെയായിട്ട് നമ്മുടെ പച്ച വിരിച്ച് തട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ തേയിലത്തോട്ടങ്ങൾ, അതിന് നടുക്കൂടെ ഉണ്ടല്ലോ ഒരു അരിഞ്ഞാണം പോലെ പോകുന്ന നമ്മുടെ ഗ്യാപ്പ് റോഡ്. എത്ര മനോഹരമായ ദൃശ്യം. ഒരു ഡ്രോൺ കൂടി ഉണ്ടായിരുന്നെന്ന് ആഗ്രഹിച്ചു പോയ ആ നിമിഷം. അത്രയ്ക്ക് അതിമനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചേന്. തേയിലച്ചെടികൾക്ക് തണലായി ഇടതൂർന്ന രീതിയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഈ വണ്ടി കണ്ടോ, അടിപൊളിയാണല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് 3 ട്രിപ്പുകളാണ് KSRTC ഇതിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോഴേ രാവിലെ 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വെയിലൊന്നുമില്ലാതെ തന്നെ ഭംഗികളേറെ ആസ്വദിച്ച് കണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഉച്ചയ്ക്ക് 12:30 ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല വെയിലാണെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടും. കാരണം നമ്മുടെ റൂഫ് ബസ്സിൻ്റെ മുകളിലത്തെ നില ഗ്ലാസ്സാണ്. അപ്പം നമ്മൾ വൈകുന്നേരം ഒരു 4 മണിക്കത്തെ ട്രിപ്പാണ് എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ കാലാവസ്ഥ കണക്കിലെടുത്തിട്ട് മൂന്നാറിലെ കാലാവസ്ഥ വിലയിരുത്തുന്നത് ശരിയല്ല. എന്നിരുന്നാലും രാവിലെ 9 മണിക്കും വൈകിട്ട് 4 മണിക്കും ഉള്ള ട്രിപ്പ് എടുക്കുന്നതായിരിക്കും ഉചിതം. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് വണ്ടി വേറെ ലെവലായിരിക്കും. നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടില്ലേ. നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ചൊക്രമുടി ലോക്കാട് വ്യൂ പോയിന്റ്. നമ്മുടെ ബസ് ആ തണലത്തായിട്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ചൊക്രമുടി എന്നത്. കൊടുമുടിയാണ്, ചൊക്രമുടി കൊടുമുടി. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7200 അടിയിൽ പരം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊക്രമുടി കൊടുമുടിയാണ് നമ്മൾ ഈ കാണുന്നത്. കോടമഞ്ഞോടുണ്ടായിരുന്ന പൊളി സാധനമാണ്. ഈ കാണുന്നതാണ് ലോഹാർട്ട് ഫോട്ടോ പോയിന്റ്, വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അങ്ങ് ദൂരെ പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാണാനായിട്ട് സാധിക്കും. മേഘങ്ങളാൽ മൂടി നിൽക്കുന്ന കാഴ്ച. നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ ബസ് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ. മൂന്നാറിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൂടിയാണ് നമ്മുടെ ഈ ചൊക്രാമുടി കൊടുമുടി. രാജമലയ്ക്കും മീശപ്പുലിമലയ്ക്കും പുറമെ വരയാടുകൾ കൂട്ടമായി തിങ്ങിപ്പാർക്കാറുള്ള ഒരു ഇടം കൂടിയാണ്. ഇവിടെ നിന്ന് ഇടുക്കി ഡാം, അതുപോലെ തന്നെ ആനമുടി എന്നിവയുടെ എല്ലാം അതിമനോഹരമായ ദൃശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഞാൻ വിട്ടുപോയൊരു കാര്യം കൂടെയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ്പ് റോഡിൻ്റെ മനോഹാരിത ഇരുവശങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വശത്ത് മണ്ണൊക്കെ ഇടിഞ്ഞ് മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറുവശത്ത് വലിയ കൊക്കയാണ് കേട്ടോ, വലിയ താഴ്വരയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ബസ്സിന് ചുറ്റും ഗ്ലാസ് ആയതിനാലുണ്ടല്ലോ നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് ആ വ്യൂ കിട്ടും. എങ്ങോട്ട് തിരിഞ്ഞാലും ആ വ്യൂ കിട്ടും. നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാനുള്ളത് എന്താണെന്നറിയാം. റോക്ക് കേവാണ്, മലയിൽ കള്ളൻ ഗുഹയാണ് ഈ കാണുന്നത്. ഇതിനെ തങ്കയ്യ ഗുഹയെന്നും അറിയപ്പെടുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്കൊക്കെ തന്നെ ഏറെ പ്രിയപ്പെട്ട ഒരു ഗുഹ കൂടിയാണ് ഈ മലയിൽ കള്ളൻ ഗുഹ എന്നത്. ഇതിനകത്തേക്ക് നമുക്ക് കയറാം. ഇരു പാറകളുടെ ഇടയിലൂടെ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള ഒരു കവാടമാണ് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അതിവിശാലമായ ഏരിയയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിലേക്ക് വരുന്ന വ്യാപാരി സംഘങ്ങളുണ്ടായിരുന്നു. അവയെ കൊള്ളയടിച്ചിരുന്ന തങ്കയ്യ എന്ന കള്ളനാണ് ഇവിടെ പാർത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒളിത്താവളമായിരുന്നു ഈ മലൈക്കള്ളൻ ഗുഹ അല്ലെങ്കിൽ തങ്കയ്യ ഗുഹ എന്നത്. കൊള്ളയിൽ നിന്ന് ലഭിക്കുന്ന മുതലുകൾ നിർധരരായ പാവങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിനാൽ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനും നല്ലവനുമായിരുന്നു തങ്കയ്യ. ഗ്യാപ്പ് റോഡിന് വീതി കൂട്ടിയപ്പോഴും ഈ ഇടം സംരക്ഷിക്കപ്പെട്ടു. കാരണം വിനോദസഞ്ചാരികൾക്കിടയിൽ ഈ മലൈക്കള്ളൻ കേവും ഈ കഥകളും ഒക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്.
ഗ്യാപ്പ് റോഡിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഗുഹയുടെ മറുവശമുള്ളത് തമിഴ്നാട്ടിലാണെന്ന് പറയപ്പെടുന്നു. ഒരാൾക്ക് സുഗമമായി കടന്നു പോകാവുന്ന രീതിയിലാണ് ഈ ഗുഹ ക്രമീകരിച്ചിരിക്കുന്നത്. അകത്ത് നല്ല വിശാലതയുണ്ട്. എന്നാൽ അകത്ത് നിന്ന് ഏകദേശം 10 മീറ്ററിൽ കൂടുതൽ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. മണ്ണൊക്കെ ഇടിച്ച് ദുർഘടമായ പാതയിലൂടെ പാറക്കെട്ടുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പാറക്കെട്ടുകളിലൂടെ ഒക്കെ തന്നെ നമുക്ക് ഇവിടെ വരെ മാത്രമേ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങോട്ട് കുറ്റാക്കൂരിയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ആഴം, എന്താണ് ഒന്നും തന്നെ നമുക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞർക്കീലുകളും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം. നമ്മുടെ കൂടെയുള്ള സഞ്ചാരികൾ ഇനിയും ഇതിനകത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോഴേ ഇടുങ്ങിയൊരു ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നൊരു വഴിയാണ് ഈ ഗുഹയിലേക്ക് നമുക്ക് കടക്കാനായിട്ടുള്ളത്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ബസ് ഏകദേശം ഒരു 10 മിനിറ്റിൽ കൂടുതൽ നിർത്തിയിടും. നമ്മുടെ ബസ് അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഈ ഇറങ്ങിയ ഗുഹ ഈ കാണുന്ന ഗുഹയാണ്. മലയിൽ കള്ളൻ കേവ് അല്ലെങ്കിൽ തങ്കയ്യ ഗുഹ എന്നൊക്കെ പറയുന്ന ഗുഹയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വലിയ മലയുടെ താഴ്വാരത്ത് അവിടെയായിട്ടാണ് മലയിൽ കള്ളൻ കേവ്, മലയിൽ കള്ളൻ ഗുഹ, തങ്കയ്യ ഗുഹയുള്ളത്. ഇപ്പുറത്തെ റോഡിന് ഇപ്പുറത്തെ സൈഡിൽ വലിയൊരു കൊക്ക അല്ലെങ്കിൽ ഒരു താഴ്വര തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധ്യമാകുന്നത്. മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രകൃതിയുടെ ഭംഗി അത്രത്തോളം നമുക്ക് നല്ലതായിട്ട് കാണാനായിട്ട് സാധിച്ചേരും. അടിപൊളി ഒരു ദൃശ്യമല്ലേ. നമുക്ക് ടീ ബ്രേക്ക് ആയതിനാൽ ഇവിടെ വന്നിരിക്കുന്ന സഞ്ചാരികളെല്ലാം തന്നെ ഈ കടയിൽ നിന്ന് ലഘുഭക്ഷണങ്ങളൊക്കെ തന്നെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മാഗിയും അതുപോലെ തന്നെ കുടിവെള്ളവും എല്ലാം തന്നെ അടങ്ങുന്ന ഒരു ചെറിയൊരു കടയാണ് ഇത്. അവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. എത്ര മനോഹരമായ ദൃശ്യമാണ് നമുക്ക് മുമ്പിലേക്ക് എത്തുന്നതെന്ന് നോക്കിക്കേ. ഒരു സൈഡിൽ വലിയ പാറ മലകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മറു സൈഡിൽ അഗാധമായ ഗർത്തമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബസ്സിൻ്റെ താഴത്തെ നിലയിലാണ് കേട്ടോ. ഇവിടെ ഏകദേശം 12 സീറ്റുകളാണ് നമുക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഈ കാണുന്നത് ഡ്രൈവർ ക്യാബിനാണ് കേട്ടോ. അവിടെ ആർക്കും തന്നെ പ്രവേശനമില്ല. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ. അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയുടെ എൻജിൻ്റെ സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ ലെവലാണല്ലേ. അതിമനോഹരമായ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് ഹെയർ പിൻ വളവുകളും ബെൻഡുകളും ഒക്കെ തന്നെ അതിമനോഹരമായ രീതിയിൽ വളയ്ക്കുന്ന ഡ്രൈവർ ചേട്ടനെയാണ് നമുക്കിവിടെ കാണുന്നത്. എത്ര അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ എത്തുന്നതെന്ന് നോക്കിക്കേ. ക്യാബ് റോഡിൻ്റെ ആ ഭംഗിയിൽ മലനിരകളും പർവ്വതങ്ങളും ഒക്കെ തന്നെ, ഇടതൂർന്ന മലകളും ഒക്കെ തന്നെ, മരങ്ങളും ഒക്കെ തന്നെ കണ്ടിട്ട് ആ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ യാത്ര ചെയ്യാൻ അതിമനോഹരമാണ്. നമ്മുടെ താഴത്തെ നിലയിൽ നിന്ന് ബസ്സിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നതാണ് പെരിയ കനാൽ വെള്ളച്ചാട്ടം എന്നത്. മഴക്കാലത്ത് ഇതിൻ്റെ ഭംഗി ആവോളം ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നിത് വറ്റി വരണ്ട് ചെറിയ നീരരുവിയായിട്ട് മാത്രം ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മറ്റനേകം ചെറു നീർച്ചാലുകളും അരുവികളും ഒക്കെ തന്നെയുണ്ട്. അവയെല്ലാം തന്നെ വറ്റി വരേണ്ട അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് കയറി പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? സൂര്യനെല്ലിക്കും കൊളുക്കുമലയ്ക്കുമുള്ള റോഡാണ് ഇടത് സൈഡിലൂടെ പോകുന്നത്. നമ്മൾ ഈ ഗ്യാപ്പ് റോഡിലൂടെ നേരെ നോക്കിക്കേ. നമ്മുടെ മുമ്പിലായിട്ട് വലിയ പാറകൾ താഴെ വീഴാറായിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്ര അതിമനോഹരമായ കാഴ്ചയാണെങ്കിലും ഭയമൊന്നുമില്ലാതെ നമുക്കിതുവഴി യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലേ. ഉരുണ്ട എപ്പോൾ വീഴും എന്നുള്ളൊരു പേടിയാണ്. അതിമനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിമനോഹരങ്ങളായ താഴ്വരകളും പർവ്വതങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ആനയിറങ്ങൽ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം, റിസർവയർ ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ചിന്നക്കനാൽ ഹെയർ പിൻ വളവ്. വലിയൊരു ഹെയർ പിൻ വളവ് തന്നെയാണ് ഈ കാണുന്നത്. ബസ് നമുക്ക് വേണ്ടി ഒരു ഇച്ചിരി നേരം ഒതുക്കും. അത്രത്തോളം മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന റോഡ്, ഒഴുകുന്നില്ല പോകുന്ന റോഡ്. വീഴാറായി നിൽക്കുന്ന വലിയ പാറക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിമനോഹരവും പേടിപ്പെടുത്തുന്നതുമായ കാഴ്ച അല്ലേ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8000 അടി ഉയരത്തിലാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 75 വർഷം പഴക്കമുള്ള തേയില ഫാക്ടറിയും നമ്മുടെ കൊളുക്കുമലയിൽ ഉണ്ട്. ഇതുവരെയും പൂട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിശയം തന്നെയായിരിക്കും അല്ലേ. തൊഴിലാളി സമരങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. നോക്കിക്കേ, വലിയൊരു ഹെയർ പിന്ന് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന് തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായ കാഴ്ച എന്നല്ലാതെ എന്താണ് പറയാനുള്ളത്. നമുക്ക് ഇരു സൈഡുകളിലും മുകളിലും ഒക്കെ തന്നെ ഒരുപോലെ തന്നെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും.
വലിയ തേയിലത്തോട്ടം, അതിൻ്റെ നടക്ക് പാറക്കല്ലുകളും ചെറു നീർച്ചാലുകളും ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇടതൂർന്ന മരങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ തണലിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. അതിമനോഹരമായ ഗ്യാപ്പ് റോഡിലൂടെ നീങ്ങുന്ന നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്, അന്തസ് എന്നല്ലാതെ എന്താണ് പറയാനുള്ളത്. ദേ അങ്ങ് താഴ്വാരത്ത് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു തേയില ഫാക്ടറിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടിപൊളി. ദേ ഇവിടെ എന്താണ് എല്ലാവരും നോക്കുന്നതെന്നറിയാമോ? നമ്മുടെ അരിക്കൊമ്പനെ ആരും മറക്കില്ലല്ലോ. അരിക്കൊമ്പനെ ഇവിടെ നിന്നാണ് പിടിച്ചത്. നമ്മളിപ്പം കാണുന്നത് ആനയിറങ്കൽ ഡാമിൻ്റെ റിസർവയറാണ് നമ്മൾ ഈ കാണുന്നത്. ദേ നമ്മുടെ ബസ് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും തന്നെ ഇറങ്ങി. തേയില ചെടികൾക്ക് ഇടയിൽ ഓറഞ്ച് മരങ്ങൾ ഇടവിളയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഇത് സീസൺ അല്ലാത്തതുകൊണ്ട് കായ്ഫലങ്ങൾ കുറവായിരുന്നു. നല്ല അടിപൊളി ഹെവി വ്യൂ അല്ലേ? ഇവിടെ നിന്നാൽ കൊളുക്കുമലയും സൂര്യനെല്ലിയും ഒക്കെ തന്നെ നമുക്ക് അടുത്ത് കാണാനായിട്ട് സാധിക്കും. ദേ അങ്ങ് ദൂരെയായിട്ട് അതായത് തീ പിടിച്ചാണോ എന്നൊരു സംശയമുണ്ട്. കാട്ടുതീ വല്ലതും ആകാനാണ് സാധ്യത. നമ്മുടെ ബസ്സിന് ആരാധകർ ഏറെയാണ്. രാജകീയ വരവായതിനാൽ എവിടെ തിരിഞ്ഞാലും ഫോട്ടോയും സെൽഫീസും ഡ്രോൺ ഷോട്ടും ഒക്കെ തന്നെ എടുക്കുന്നവരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നത് ആനയിറങ്ങൽ ഡാമിൻ്റെ റിസർവയർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മുടെ വാഹനത്തിൽ, നമ്മുടെ ബസ്സിലിരുന്ന് അപ്പർ ഡെക്കിലിരുന്നുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അതിമനോഹരമായിട്ട് പച്ച പുതച്ച് നിൽക്കുന്ന നമ്മുടെ തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ നടുവിൽ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ, അങ്ങ് താഴെയായിട്ട് ജലാശയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ണെത്താ ദൂരത്തിനപ്പുറം നിൽക്കുന്ന പശ്ചിമഘട്ടം. ഈ മല കണ്ടോ? ഈ മല മൊത്തം കാടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം, വിശ്വസിച്ചല്ലേ പറ്റൂ. എന്നാൽ ഇത് കാടാണെന്നൊന്നും എനിക്കറിയില്ല. ഈ താഴ്വരകൾ നോക്കിയേ, ചെറിയ നീർച്ചാലുകൾ ഒഴുകി വലിയ ജലാശയത്തിലെത്തുന്നു. അങ്ങ് ദൂരെ പശ്ചിമഘട്ട മലനിരകൾ മഞ്ഞു മൂടിയ അവസ്ഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സാഹിത്യമൊക്കെ തന്നെ പറയാനായിട്ട് ഒരു കഴിവ് തന്നെ വേണമല്ലേ? എനിക്ക് സാഹിത്യം പറയാൻ അറിയില്ല, വർണ്ണന എനിക്ക് അറിയത്തില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ വർണ്ണനയും സാഹിത്യവും കലർന്ന ഒരു രീതിയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ യാത്രകളിലുടനീളം നിങ്ങളിൽ കേൾക്കുന്നത് എൻ്റെ സാഹിത്യം തന്നെയാണ്. അങ്ങോട്ട് നോക്കിക്കേ, പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് തൊട്ട് മുമ്പിലായിട്ട് കാണാനായിട്ട് സാധിക്കും. വിജനമായ റോഡിലൂടെ നമ്മുടെ ബസ് വലിയ വലിയ ഹെയർ പിൻ വളവുകളും ബെൻഡുകളും തിരിവുകളും ഒക്കെ കടന്ന്, കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ കടന്ന് നമ്മുടെ പ്രകൃതിയുടെ ഈ സൗന്ദര്യം. ഇങ്ങോട്ട് നോക്കിക്കേ, വലിയ പാറക്കല്ലുകളൊക്കെ തന്നെ റോഡിലേക്ക് വീഴാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടു നോക്കിക്കേ, അതിമനോഹരമായ പേടിപ്പെടുത്തുന്ന കാഴ്ച എന്നല്ലാതെ എന്തു പറയാന്. ഈ കാണുന്ന തേയിലത്തോട്ടത്തിന് ഉണ്ടൊരു പ്രത്യേകത. ഇടതൂർന്ന മരങ്ങൾ തണലിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെ ഇടവിളയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്, അതും കുരുമുളക് കൃഷി. നമ്മുടെ ബസ് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എലിഫന്റ് ക്രോസിംഗ് സോൺ. എപ്പോൾ വേണമെങ്കിലും ആന ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഈ ബസ് നിർത്തിയേക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടാണ് നമ്മൾ ബസ് നിർത്തിയിരിക്കുന്നത്. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഈ ഇടവഴിയിലൂടെ കടന്നു ചെന്നിട്ട് മലകളും കുന്നുകളും സഖ്യപർവ്വതങ്ങളും ഒക്കെ തന്നെ കണ്ട്, പശ്ചിമഘട്ടം മലനിരകളൊക്കെ തന്നെ കണ്ടിട്ട് ഈ തേയിലത്തോട്ടത്തിനകത്തേക്ക് കയറി നമുക്ക് വിശാലമായ രീതിയിൽ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. എത്ര വേണേലും എടുക്കാം കേട്ടോ. കുരുമുളക് കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങ് ദൂരെ താഴെയായിട്ട് ഇത് കണ്ടോ, രസമുണ്ടല്ലേ? നല്ല ഗോൾഡൻ കളറിൽ പച്ച കളറിൽ കിടക്കുന്നത് കാണാം. അങ്ങ് ദൂരെയായിട്ട് ജലാശയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇടവിളയായിട്ട് കുരുമുളകുകളൊക്കെ തന്നെ കൃഷി ചെയ്തേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എൻ്റെ കൂടെ വന്ന സഞ്ചാരികളും വിനോദസഞ്ചാരികളും എല്ലാം തന്നെ, നമ്മുടെ ബസ്സിൽ വന്ന എല്ലാവരും തന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ പകർത്തുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോരുത്തരെല്ലാം തന്നെ ലൊക്കേഷൻ തേടിപ്പോകുന്നുള്ള യാത്ര കാണാം. അങ്ങ് ദൂരെ നമ്മൾ വന്ന ബസ് അവിടെ റോഡിലായിട്ട് കിടക്കുന്ന കാഴ്ചയും നമുക്കിവിടെ ഇന്ന് ആവോളം ആസ്വദിച്ച് കാണാനായിട്ട് സാധിക്കും. കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ബസ്സിലേക്ക്. അങ്ങ് ദൂരെ നമ്മൾ ആദ്യം കണ്ട ആ പുക ഇപ്പോഴും തന്നെ ഉയരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആനയിറങ്ങൽ എലിഫന്റ് എബോർഡ് ബോട്ടിംഗ് സെൻറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അകത്തേക്കുള്ള വഴിയിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആനയിറങ്ങൽ ഡാമും ഇവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മൾ പോകുന്ന ഈ ഗ്യാപ്പ് റോഡിലുള്ള ഈ യാത്രയിൽ നമുക്ക് ആനയിറങ്ങൽ ഡാം കാണാനായിട്ട് സാധിക്കത്തില്ല. അകത്തേക്ക് ഇടത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആനയിറങ്ങൽ ഡാം കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിസുന്ദരമായ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് കുന്നുകൾ കയറി നമ്മുടെ വാഹനം ആനയിറങ്ങൽ ഡാമിൻ്റെ റിസർവയറിന് അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ അവസാനത്തെ സ്റ്റോപ്പ്. അപ്പം നമ്മളെല്ലാവരും തന്നെ ബസ്സിനകത്തു നിന്ന് ഇറങ്ങി. ആനയിറങ്ങൽ ഡാമിന് ഒരു പ്രത്യേകതയുണ്ട്. ചെളി കൊണ്ട് നിർമ്മിച്ച രണ്ടാമത്തെ ഡാം കൂടിയാണ് ആനയിറങ്ങൽ ഡാം. പറയാൻ വിട്ടുപോയി. നമ്മുടെ ബസ്
ഇവിടുന്ന് നേരെ പോയി തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ അവസാന സ്റ്റോപ്പാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏകദേശം 28 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ അവസാന സ്റ്റോപ്പായ ആനയിറങ്കൽ റിസർവയറിന് മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. ഒരു നാരങ്ങ വെള്ളം എടുക്കുന്ന ടൈം പോലും ആയില്ല, നമ്മുടെ ബസ് പോയിട്ട് തിരിച്ചിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ബസ് ആ തണലത്ത് ഒതുക്കും. ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് താമസമുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ബസ് ഇവിടുന്ന് എടുക്കുന്നതാണ്. അപ്പോഴേ ഞാൻ കാഴ്ചകളൊക്കെ തന്നെ കണ്ടതിന് ശേഷം നമ്മുടെ ബസ്സിലേക്ക് കയറി ഇരുന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. നേരെ ഇനി നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാർ നമ്മുടെ KSRTC ഡിപ്പോ സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഇവിടുന്ന് 28 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എലിഫന്റ് എബോർഡ് ബോട്ടിംഗ് സെന്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. എന്തൊക്കെയോ കാരണങ്ങളാൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഏകദേശം 2.25-3 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയിൽ 28 കിലോമീറ്ററാണ് വൺ സൈഡ് നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മുടെ യാത്രയെ അതിസുന്ദരമാക്കുന്നത് നമ്മുടെ ബസ്സിൻ്റെ അപ്പർ ഡെക്കിലുള്ള യാത്രയാണ്. നമ്മുടെ ബസ്സിൻ്റെ മുകളിലത്തെ നിലയിലെ 2 വശങ്ങളും റൈറ്റും ലെഫ്റ്റും വശങ്ങളും അതുപോലെ തന്നെ മുമ്പും പുറകും വശങ്ങളും വലിയ ഗ്ലാസ്സോട് കൂടിയതും അതുപോലെ തന്നെ നമ്മുടെ റൂഫും ഗ്ലാസ് ആയതിനാൽ നമുക്ക് ദൃശ്യങ്ങളുടെ ഭംഗി ഒട്ടും ചോരാതെ തന്നെ എല്ലാ സൈഡിലെയും കുന്നുകളും മലകളും താഴ്വാരങ്ങളും പ്രകൃതിയുടെ എല്ലാ രൂപമാറ്റങ്ങളും ഒരുപോലെ തന്നെ ആസ്വദിച്ചറിയാനായിട്ട് പറ്റും. ഈ ഫ്രണ്ടിൽ കാണുന്ന വലിയ ഗ്ലാസ്സിലൂടെ നമുക്ക് അങ്ങ് കാണുന്ന പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് അനായാസം കണ്ണിന് ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അത് വലിയൊരു കാര്യം തന്നെയാണ്. 7 സ്റ്റോപ്പുകളാണ് ഈ യാത്രയ്ക്കുള്ളത്. മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ യാത്ര നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ KSRTC Swift.com ആൻഡ്രോയിഡ് ഐഫോൺ ഫോണുകളിൽ എൻ്റെ KSRTC നിയോ എന്ന ആപ്പ് മുഖേനയും നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. ഉച്ചയായതിനാൽ നല്ല ചൂടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മുകളിലാണല്ലോ ഞാൻ ഇരുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് മുകളിലത്തെ ഡെക്ക് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 415 രൂപയാണ് നമുക്ക് ടിക്കറ്റ് റേറ്റ് ആകുന്നത്. അപ്പോഴേ ഉച്ചയ്ക്കത്തെ യാത്ര ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ തന്നെ മുകളിൽ ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ ചൂട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 9 മണിക്കും അതുപോലെ തന്നെ വൈകുന്നേരം 4 മണിക്കുമുള്ള യാത്ര ചെയ്യുന്നതായിരിക്കും ഉത്തമം. മൂന്നാറിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാനായിട്ട് KSRTC ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു യാത്ര കൂടിയാണ് ഇതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതുകൂടാതെ തന്നെ നമ്മുടെ മൂന്നാർ ഡിപ്പോയിൽ നിന്ന് സൈറ്റ് സീയിങ്ങിനായിട്ട് ഒരുപാട് ഉല്ലാസ യാത്രകളൊക്കെ തന്നെ നമ്മുടെ KSRTC നടത്തി വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകൾ തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മണിക്കൂർ സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല. അടിപൊളി ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു യാത്രയാണ് നമ്മുടെ KSRTC എനിക്ക് നൽകിയത്. അപ്പം നമ്മൾ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെയൊക്കെ തിരക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അടിപൊളി ഒരു യാത്ര എന്നല്ലാതെ ഒന്നും പറയാനില്ല. അടുത്ത ട്രിപ്പ് 12:30 ട്രിപ്പ് പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് നമ്മുടെ ബസ്. നമ്മളിപ്പം വന്ന് ഇറങ്ങിയുള്ളൂ. അടുത്ത യാത്രക്കാർ ക്യൂ നിൽക്കുന്ന കാഴ്ച. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നമ്മുടെ മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് യാത്ര ആരംഭിച്ചിട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറാണ് നമ്മുടെ മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനം ചെയ്തത്. യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മൂന്നാറിൻ്റെ തനതായ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയാണ് നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത്രയ്ക്ക് അതിമനോഹരമാണ് ഇതിലെ ഓരോ യാത്രയും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾ മാത്രമല്ല, ബസ്സിനെ സ്നേഹിക്കുന്ന എന്നെ പോലുള്ളവരും ഈ ബസ് കാണാനും ഇതിനെ ആസ്വദിച്ചറിയാനുമായിട്ട് ഇന്ന് മൂന്നാറിൽ എത്തുന്നുണ്ട്. അവർക്കായിട്ട് ഞാനൊന്ന് പറയാം. ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഇല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. ബസ് ഡിപ്പോയിൽ വന്ന് എടുക്കാവുന്ന ആരും തന്നെ കരുതണ്ട. അവിടെ വരുമ്പോഴത്തേന് ഹൗസ്ഫുൾ ആയിരിക്കും. ടിക്കറ്റ് ബുക്കിങ്ങിനും മറ്റു വിവരങ്ങൾക്കുമായിട്ട് ഓൺലൈൻ KSRTC Swift.com നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഒന്നും പറയാനില്ല, പ്രൗഢഗംഭീരമായ ഒരു രാജകീയ യാത്ര തന്നെയായിരിക്കും ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. വെക്കേഷനൊക്കെയാണ് വരുന്നത്. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരവസരമാണ് നമ്മുടെ KSRTC നമുക്കായിട്ട് ഒരുക്കുന്നത്. അപ്പോഴെങ്ങനെ പോരുമല്ലേ മൂന്നാറിന്?